അടുത്ത അമ്പയറിംഗ് റൂൾസിലെ 11ാമത്തെ ലോ ആണ് ഇൻ്റർവെൽസ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇൻ്റർവെൽ എന്ന് പറയുന്നു. ഫോളോയിങ് ഷാൽ ബി ക്ലാസ്ഡ് ആസ് ഇൻ്റർവെൽ ദ പീരീഡ് ബിറ്റ്വീൻ ക്ലോസ് ഓഫ് പ്ലേ ഓൺ വൺ ഡേ ആൻഡ് ദ സ്റ്റാർട്ട് ഓഫ് ദ നെക്സ്റ്റ് ഡേ. അതായത് ഇപ്പോൾ 2 ദിവസത്തെ കളിയാണെന്ന് വെച്ചോ, ഒരു ദിവസത്തെ തീർന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ പിറ്റേ ദിവസം കളി തുടങ്ങുന്ന വരെയുള്ളതിന് ഇൻ്റർവെൽ എന്ന് പറയാം. ഇനി അതുകൂടാതെ വേറെ എന്ത് തന്നെ ഇൻ്റർവെൽ ബിറ്റ്വീൻ ഇന്നിങ്സ്. ഇപ്പോൾ ഒരു ഇന്നിങ്സ് ഒരു ടീം ഓൾ ഔട്ടായി, എന്നിട്ട് അടുത്ത ഇന്നിങ്സ് തുടങ്ങാനുള്ള ടൈം. പിന്നെ എന്താണ് ഇൻ്റർവെൽസ് ഫോർ മീൽസ്, ഫുഡ് അടിക്കാനുള്ള ഇൻ്റർവെൽ. പിന്നെ ഡ്രിങ്ക്സിനുള്ള ഇൻ്റർവെൽസ് ഫോർ ഡ്രിങ്ക്സ്. പിന്നെ ഏതെങ്കിലും അതർ എഗ്രീഡ് ഇൻ്റർവെൽസ്, അതായത് ഈ ഡ്രിങ്ക്സ് ബ്രേക്ക് പോലത്തെ വേറെ ഏതെങ്കിലും എഗ്രീഡ് ആയിട്ടുള്ള എന്താണെന്നുള്ളത് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് ഷെഡ്യൂൾ ബ്രേക്സ് അല്ലെങ്കിൽ ഇൻ്റർവെൽസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിനാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഇൻ്റർവെൽ പറയുന്നുണ്ട്. ഇൻ്റർവെൽ ഫോർ ലഞ്ച് ഓർ ടീ ഷാൽ ബി ഓഫ് ദ ഡ്യൂറേഷൻ ഡിറ്റർമിൻഡ് അണ്ടർ ലോ 2.3 ക്യാപ്റ്റനായിട്ട് സംസാരിച്ച് ടേക്കൺ ഫ്രം ദ കോൾ ഓഫ് ടൈം ബിഫോർ ദ ഇൻ്റർവെൽ അണ്ടിൽ ദ കോൾ ഓഫ് പ്ലേ ഓൺ റെസംഷൻ ആഫ്റ്റർ ദ ഇൻ്റർവെൽ. അതായത് ജസ്റ്റ് പറയുന്ന ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവെല്ലാന്ന് വിളിച്ചതിന് ശേഷവും അത് ആ ഒരു ടൈം മുതലും ഇൻ്റർവെൽ തീർന്നു എന്ന് പറയുന്ന എന്നിട്ട് കളി തുടങ്ങുന്ന ആ ടൈം, അതിനാണ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഇന്നിങ്സ് കഴിഞ്ഞ് മറ്റേ ഇന്നിങ്സ് തുടങ്ങാൻ 10 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇത് രണ്ടാമത്തെ കേസ്. ഇൻ്റർവെൽ ബിറ്റ്വീൻ ഇന്നിങ്സ് ഷാൽ ബി 10 minutes കമൻസിങ് ഫ്രം ദ ക്ലോസ് ഓഫ് ആൻ ഇന്നിങ്സ് അണ്ടിൽ ദ കോൾ ഓഫ് ദ പ്ലേ ഫോർ ദ സ്റ്റാർട്ട് ഓഫ് നെക്സ്റ്റ് ഇന്നിങ്സ് മുമ്പ് 10 മിനിറ്റ് ആണ് ഗ്യാപ്പ്. 11s ഫോർ ഇൻ്റർവെൽ ബിറ്റ്വീൻ ഇന്നിങ്സ്. അപ്പോൾ ഇത് കുറച്ച് അടുത്ത പോയിൻറ്റ്സുകളിൽ വരുന്നുണ്ട്, കുറച്ച് 11s വരുന്നത്. ഇഫ് ആൻ ഇന്നിങ്സ് എൻഡ്സ് when 10 minutes or less remains before the time agreed for the close of play on any day, there shall be no further play on the day. അതായത് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് മാച്ച് കിടക്കുകയാണ്, ഫസ്റ്റ് ഇന്നിങ്സ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് 4:30ക്കാണ് കളി നിർത്തണമെന്ന് വയ്ക്കുക. അപ്പോൾ 4:20 ആയപ്പോഴത്തേക്കും 10 വിക്കറ്റ് വീണു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്ലോസ് ഓഫ് പ്ലേക്ക് എത്ര 10 മിനിറ്റ് വരെ അതിന് കുറവുള്ളൊരു സമയമല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ പിറ്റേ ദിവസം മാത്രമായിരിക്കും കളി ഉണ്ടാവുക, ആ ദിവസം കളി ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല ഈ 10 മിനിറ്റ് മുമ്പ് കളി നിർത്തി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം അങ്ങനെ വൈകി തുടങ്ങാൻ പറ്റില്ല. നോ ചേഞ്ച് ഷാൽ ബി മെയ്ഡ് ടു ദ ടൈം ഫോർ ദ സ്റ്റാർട്ട് ഓഫ് പ്ലേ ഓൺ ദ ഫോളോയിങ് ഡേ ഓൺ അക്കൗണ്ട് ഓഫ് ദ 10 minute ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ഇന്നിങ്സ്. അത് മനസ്സിലായില്ലേ? അത് ലോജിക്കലി നമ്മൾ പ്ലേ മാക്സിമം നടക്കുക എന്നുള്ളൊരു മീനിങ് ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പം 4:30ക്ക് കളി നിർത്താൻ നിൽക്കുമായിരുന്നു. 4:20 ആയപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് തീർന്നു. ഇനിയിപ്പോൾ 10 മിനിറ്റ് മറ്റവന്മാർക്ക് എന്തായാലും കൊടുക്കണമല്ലോ പാഡ് ചെയ്തൊക്കെ വരാൻ വേണ്ടി. അതാണല്ലോ നമ്മുടെ റൂൾ പറയുന്നത്. അപ്പോൾ 10 മിനിറ്റ് ശേഷം വരുമ്പോൾ എന്തായി 4:30 അപ്പോൾ കളി നിർത്തേണ്ട ടൈമായി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അതിന് പകരം 10 മിനിറ്റ് ലെസ് ആണെന്നുണ്ടെങ്കിൽ കളി അങ്ങോട്ട് നിർത്തിയേക്കുക. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞ ടൈം, ഇപ്പോൾ 9 മണിക്ക് കളി തുടങ്ങണമെങ്കിൽ 9 മണി, അല്ലെങ്കിൽ 9:30 തുടങ്ങണമെങ്കിൽ 9:30ക്ക് കളി തുടങ്ങുക. അതിന് ഇനി കഴിഞ്ഞ ദിവസം 10 മിനിറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ 9:30ക്ക് തുടങ്ങേണ്ട കളി 9:40 തുടങ്ങാൻ പറ്റില്ല, അത് 9:30ക്ക് തന്നെ തുടങ്ങണം. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത്, ഇഫ് എ ക്യാപ്റ്റൻ ഡിക്ലെയർസ് ആൻ ഇന്നിങ്സ് ക്ലോസ്ഡ് ഓർ ഫോർഫിറ്റ്സ് ആൻ ഇന്നിങ്സ് ഡ്യൂറിങ് ആൻ ഇൻറ്ററപ്ഷൻ ഇൻ പ്ലേ ഓഫ് മോർ ദാൻ 10 minutes ഡ്യൂറേഷൻ. ക്യാപ്റ്റൻ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫോർഫിറ്റ് ചെയ്യണം എന്താണെന്നുള്ളത് പിന്നെ പറയുന്നുണ്ട്. കളിക്കണ്ടെന്ന് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് അത് ചില പഴയ ഹിസ്റ്ററിയിലൊക്കെ ഉണ്ട്, ചില ഇന്നിങ്സ് ഫോർഫിറ്റ് ചെയ്തൊക്കെ. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ച് ഞാൻ കൺഫ്യൂസ് ചെയ്യാനുള്ള സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് എടുത്തേക്കുമെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ലഞ്ച് ബ്രേക്ക് സപ്പോസ് 12:30 to 1 മണിയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് നടക്കുന്നത്. ബാറ്റിംഗ് തകർത്താടിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഇന്നിങ്സ് ഒരു 600 റണ്ണൊക്കെ അടിച്ചിങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ആ ബാറ്റിംഗ് ക്യാപ്റ്റൻ തീരുമാനിക്കുകയാണ്, അന്നങ്ങ് ഡിക്ലെയർ ചെയ്തേക്കാം. ഫുഡ് കഴിച്ച് പുള്ളി ചിക്കനൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നി, അതായത് അടുത്ത ബാറ്റിംഗ് കണ്ടിന്യൂ ഒരു 10 മിനിറ്റും കൂടുതൽ 11 മിനിറ്റ് ബാക്കിയുണ്ടെന്ന് വയ്ക്കുക. അതായത് 1 മണിക്ക് തുടങ്ങേണ്ട മാച്ചാണ്. അപ്പോൾ അതായത് ലഞ്ച് കഴിഞ്ഞ് തുടങ്ങാൻ പോവാണ്. 12:50 ആയപ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നി അതങ്ങ് ഡിക്ലെയർ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഡിക്ലറേഷൻ കൊടുത്തു, അവരെയൊക്കെ അറിയിച്ച് എല്ലാം വരുന്നു. അതായത് ഒരു 10 മിനിറ്റ് ഉണ്ട് ഇത് തുടങ്ങാനെങ്കിൽ
അപ്പോൾ നമ്മൾ കറക്റ്റ് 1 മണിക്ക് മറ്റേ ടീം ബാറ്റിങ്ങിന് ഇറങ്ങണം. കാരണം 10 മിനിറ്റും ഒരു 15 മിനിറ്റ് മുമ്പ് ഇയാളെ അറിയിച്ചു ഞാൻ ഡിക്ലെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു 5 മിനിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി 10 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ആ ലഞ്ചിൻ്റെ അകത്ത് അത് ഇൻക്ലൂഡായി. എന്നിട്ട് ആ 10 മിനിറ്റ് കഴിഞ്ഞ് മറ്റവന്മാർ ബാറ്റ് ചെയ്യാൻ വന്നോളാം എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി അഥവാ അങ്ങനെയല്ല, ഇപ്പോൾ 1:55 ആയപ്പോൾ ഇയാൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങാൻ പറ്റില്ല. പിന്നെ ആ 10 മിനിറ്റ് കൊടുക്കണം. 1:55 കഴിഞ്ഞ് ലെസ് ദാൻ 10 മിനിറ്റാണ് കിട്ടുന്നത് അല്ലേ. 1:55 അല്ല, 12:55 സപ്പോസ് ആ ബാറ്റിംഗ് ക്യാപ്റ്റൻ തീരുമാനിക്കുന്നത്. നമുക്ക് അങ്ങ് ഡിക്ലെയർ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ അവരോട് ബാറ്റിംഗ് വരാൻ പറഞ്ഞാൽ പറ്റില്ല. പറഞ്ഞു മിനിമം 10 മിനിറ്റ് കൊടുക്കണം. ആ ഒരു കാര്യം മാത്രമേ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പറയുന്നു എന്നുള്ളൂ. ആ ഒരു ലോജിക്ക് മനസ്സിലാക്കാത്രേ ഉള്ളൂ. അതായത് ഇന്നിങ്സ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്നിങ്സ് തുടങ്ങാൻ വേണ്ടി 10 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ അത് നേരത്തെ ഡിക്ലറേഷനോ അല്ലെങ്കിൽ ഫോർഫിറ്റിങ്ങോ പറഞ്ഞനുസരിച്ച് നമുക്ക് 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ അത് ലഞ്ച് ഇൻ്റർവെല്ലിൻ്റെ അകത്ത് കൂട്ടി അങ്ങ് പോകും. അഥവാ 10 മിനിറ്റ് ഗ്യാപ്പ് ഇല്ലെങ്കിൽ ആ ലഞ്ചിൻ്റെ ഇൻ്റർവെല്ലിൽ പ്ലസ് ഒരു 10 മിനിറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ലഞ്ച് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും അത് ഈ രണ്ടാമത്തെ പോയിൻ്റാണ് ഈ അങ്ങനെ പറയാൻ എളുപ്പം. ഞാനത് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും ഇത് ഇൻട്രപ്ഷനാണ്. എന്തായാലും ഇപ്പോൾ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ മഴ മൂലമുള്ള തടസ്സമോ, എന്നിട്ട് നമ്മളിത്ര മഴ മൂലം തടസ്സപ്പെട്ടു, എന്നിട്ട് നമ്മൾ ഇത്ര മണിക്ക് തുടങ്ങാൻ നിൽക്കുകയെന്ന് വിചാരിക്കുന്നു. അതായത് 1 മണിക്ക് നമ്മൾ കളി തുടങ്ങാൻ പോകുന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്യാപ്റ്റൻ ഒന്ന് എന്തായാലും ഒന്ന് ഡിക്ലെയർ ചെയ്തേക്കാം എന്നുള്ള രീതി തോന്നുവാണെങ്കിൽ ഉള്ള കേസാണ് പറയുന്നത്. ഇൻട്രപ്ഷൻ നല്ല വ്യത്യാസമുള്ളൂ കേട്ടോ. ഈ 11.3.2 എന്ന് പറഞ്ഞാൽ ഇൻട്രപ്ഷനും ഇത് ഇൻ്റർവെലാണ്. 11.3.3 എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ. അപ്പോൾ ഞാൻ ഇൻ്റർവെൽ വെച്ചാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അത് ഇൻട്രപ്ഷനാണെന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. ഇതേപോലത്തെ മഴ മൂലമുള്ള ഇൻട്രപ്ഷനോ അല്ലെങ്കിൽ ഓഡിയൻസ് അതിൻ്റെ കുറേ കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞു, പണ്ടൊക്കെ സംഭവിച്ച കാര്യങ്ങളാണല്ലോ. കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് അത് ഇൻട്രപ്റ്റായി. എന്നിട്ട് എല്ലാവരും ഒന്ന് ശാന്തമാക്കിയിട്ട് നമ്മൾ 1 മണിക്ക് കളിക്കാൻ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 12:50 ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ്റെ ഡിക്ലറേഷനൊക്കെ കിട്ടി. മീൻസ് പുള്ളി ഇന്നിങ്സ് നിർത്തുവാണ്, നിങ്ങൾ കളിച്ചു എന്നുകൊണ്ട് പറയുന്നു. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച ടൈമിൽ നിന്ന്. അപ്പോൾ ആ ഒരു ടൈം മതി. അത് ഇൻട്രപ്ഷൻ്റെ അകത്ത് ആഡായി പോകും. അഥവാ പുള്ളി ഒരു 12:59 ആയപ്പോഴാണ് ഡിക്ലെയർ ചെയ്തതെന്ന് പറയുമെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കൊടുക്കണം. 1 മണി കഴിഞ്ഞൊരു 10 മിനിറ്റ് കൂടി കൊടുക്കണം എന്നാണ് പറയുന്നത്. 1 മിനിറ്റൊക്കെ അല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഈ 12:59 നിന്ന് 10 മിനിറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 3.2ഉം 3.3ഉം കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ഇഫ് ദ ക്യാപ്റ്റൻ ഡിക്ലെയർസ് ആൻ ഇന്നിങ്സ് ക്ലോസ്ഡ് ഫോർഫിറ്റ്സ് ആൻ ഇന്നിങ്സ് ഡ്യൂറിങ് എനി ഇൻ്റർവെൽ അതർ ദാൻ ആൻ ഇൻ്റർവെൽ ഫോർ ഡ്രിങ്ക്സ് എല്ലായിടത്തുള്ള ഇൻ്റർവെൽ ഉണ്ടല്ലോ. ടീം ലഞ്ചൊക്കെയാണ് കുറേ സമയം എടുക്കുന്നത്. അപ്പോൾ അതിലാണ് പ്രൊവൈഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് റിമെയിൻസ് ഓഫ് ദ ഇൻ്റർവെൽ. നേരത്തെ പറഞ്ഞായിരുന്നു ഇൻ്റർവെൽ ഷാൽ ബി ഓഫ് ദ എഗ്രീഡ് ഡ്യൂറേഷൻ ആൻഡ് ഷാൽ ബി കൺസിഡർഡ് ടു ഇൻക്ലൂഡ് 10 മിനിറ്റ് ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ഇന്നിങ്സ്. അതായത് നേരത്തെ പറഞ്ഞ കാര്യം, 10 മിനിറ്റ് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ അകത്ത് കയറിപ്പോവും. അഥവാ ലെസ് ദാൻ 10 മിനിറ്റ്സിലാണ് പുള്ളി ഡിക്ലെയർ ചെയ്യണ കേസ് പറയുന്നതെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യും. നെക്സ്റ്റ് ഇന്നിങ്സ് 10 മിനിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇറങ്ങുള്ളൂ. അടുത്ത് ചേഞ്ചിങ് എഗ്രീഡ് ടൈം ഓഫ് ഇൻ്റർവെൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 9:30 കളി തുടങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 12:30 ലഞ്ചെന്ന് വിചാരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പോൾ 2 മണിക്ക് ടീ, അങ്ങനെ നമ്മൾ അതാണ് എഗ്രീഡ് ചെയ്തേക്കണേ എന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് ആ ഒരു ഇതിനാണ് എഗ്രീഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ മാച്ച് എയ്തർ പ്ലേയിങ് ടൈം ഈസ് ലോസ് ത്രൂ അഡ്വേഴ്സ് കണ്ടീഷൻ ഓഫ് ഗ്രൗണ്ട് വെതർ ഓർ ലൈറ്റ് ഓർ ഇൻ എക്സെപ്ഷൻ സർക്കംസ്റ്റാൻസസ്. അതായത് എന്തെങ്കിലും കാരണത്താൽ ഈ ഗ്രൗണ്ടിൻ്റെ കണ്ടീഷനോ അല്ലെങ്കിൽ ക്ലൈമറ്റ് വെതറോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ അഭാവം മൂലമൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സെപ്ഷനിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കളി തടസ്സപ്പെടുക, or the players have occasion to leave the field other than at a scheduled interval, the time of lunch interval or tea interval. അപ്പോൾ നമ്മുടെ വേറെ ഏതെങ്കിലും കാരണത്താൽ പ്ലേയേഴ്സിന് ഷെഡ്യൂൾ ഇൻ്റർവെല്ലിൽ അണ്ടറുള്ള സമയത്ത് ഫീൽഡിൽ ലീവ് ചെയ്യേണ്ടി വരിക. ഉദാഹരണം എവിടെയോ പണ്ട് തേനീച്ചയുടെ അറ്റാക്ക് ഉണ്ടായില്ല, അപ്പോൾ ആ ടൈമിൽ എല്ലാവരും ലീവ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അറ്റാക്ക്, അല്ലെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും ലഹള നടക്കുകയാണ്, അപ്പോൾ അങ്ങനെ ലീവ് ചെയ്യേണ്ടി വന്നാലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the time of lunch interval or tea interval may be changed if the two umpires and both the captains agree. അപ്പോൾ ക്യാപ്റ്റൻസും അമ്പയേഴ്സും എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കാം. ഈ അമ്പയറിങ്ങിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അടുത്ത സാറ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തൊരു ഇതുണ്ട്. ഇത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള മാച്ചിൽ ഇതുപോലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
നമ്മൾ എഗ്രീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആയിരുന്നു. പക്ഷേ മഴ കാരണം അതിൽ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാർ ആദ്യം നേരെ പോയിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സിനോട് പറഞ്ഞു നിങ്ങൾക്ക് ലഞ്ച് നേരത്തെ 11 മണിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനുശേഷം അത് അറേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് അതിനുശേഷം നമ്മുടെ അമ്പയേഴ്സിനോടും ക്യാപ്റ്റൻസിനോടൊക്കെ അമ്പയേഴ്സാണ് പുള്ളികളുടെ അമ്പയറാണ്, ബാക്കിയുള്ള പുള്ളിയുടെ പാർട്ട്ണർ അവരോടൊക്കെ സംസാരിച്ച് ആ ഒരു ഇൻ്റർവെല്ലിൽ മാറ്റി എന്നുള്ളൊരു കഥയൊക്കെ പറയുന്നതായിട്ട് ഓർക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. അമ്പയർമാരും ക്യാപ്റ്റന്മാരും തീരുമാനിച്ചാൽ കാര്യം നടത്താവുന്നേ. എഗ്രീഡ് ഇൻ്റർവെല്ലിൻ്റെ ടൈം ചേഞ്ചിങ് എഗ്രീഡ് ടൈം ഫോർ ലഞ്ച് ഇൻ്റർവെൽ. അപ്പോൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾ പറയാം. ലഞ്ചിൻ്റെ കേസ് പറയുന്നത് ഇഫ് ആൻ ഇന്നിങ്സ് എൻഡ്സ് വെൻ 10 minutes or less remains before the agreed time for lunch, the interval shall be taken immediately. അതായത് നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോഴും ഫസ്റ്റ് ഇന്നിങ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 9 വിക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 10ാമത്തെ വിക്കറ്റ് വീഴുന്നത് നമുക്ക് 1 മണിക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ്. 10ാമത്തെ വിക്കറ്റ് 12:55 വീണു. അതായത് 5 മിനിറ്റ് 10 മിനിറ്റ് ലെസ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ ലഞ്ച് എടുക്കുക ചെയ്യുന്നത്. അത് ഇൻ്റർവൽ ഷാൽ ബി ടേക്കൺ ഇമ്മീഡിയറ്റ്ലി. ഇറ്റ് ഷാൽ ബി ഓഫ് ദ എഗ്രീഡ് ഡ്യൂറേഷൻ ആൻഡ് ഷാൽ ബി കൺസിഡർ ടു ബി ഇൻക്ലൂഡ് ദ 10 minute ഇൻ്റർവൽ ബിറ്റ്വീൻ ദ ഇന്നിങ്സ്. എന്നിട്ട് അടുത്ത് നമ്മുടെ ബാറ്റ്സ്മാൻമാർ വരുമല്ലോ. ബാറ്റ്സ്മാൻമാർ വരാൻ വേണ്ടി പിന്നെയും 10 മിനിറ്റ് എക്സ്ട്രാ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് ആ 10 മിനിറ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും. അതായത് നമ്മൾ 1 മണിക്ക് ലഞ്ചെടുത്ത് 1:30 കളി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 1:30 തന്നെ വരണം. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് 1:40 ആക്കാൻ പറ്റില്ല. 10 മിനിറ്റ് വേണം ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ആ ഒരു സംഭവമില്ല. ഇനി അതൊരു കേസ് പറയുന്നുണ്ട്. അടുത്ത ബിക്കോസ് ഓഫ് അഡ്വേഴ്സ് കണ്ടീഷൻ ഓഫ് ഗ്രൗണ്ട് വെതർ ഓർ ലൈറ്റ്, എന്തെങ്കിലും ഓർ ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ്, എന്തെങ്കിലും പ്രത്യേക സാഹചര്യം നമ്മുടെ വെതറോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ വിഷയങ്ങളോ കൊണ്ട് 10 മിനിറ്റോ കുറവുള്ളപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ഈ 1 മണിയുടെ എക്സാമ്പിൾ വെച്ചാൽ 1 മണിക്ക് ലഞ്ച് 12:50 ആയപ്പോഴത്തേക്കും നമുക്ക് നിർത്തേണ്ടി വന്നു. ലൈറ്റ് മോശമായി അല്ലെങ്കിൽ ചെറിയ മഴക്കാറൊക്കെ വന്നു. ദെൻ വെദർ ഓർ നോട്ട് എഗ്രിമെൻറ്റ് ഈസ് റീച്ച്ഡ് ഇൻ ദ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നേരത്തെ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റാമെന്നുള്ള പറഞ്ഞില്ലേ. ദ ഇൻ്റർവ്യൂ ഷാൽ ബി ടേക്കൺ ഇമ്മീഡിയറ്റ്ലി. അതായത് 12:50 ആയി ഭയങ്കര വെളിച്ചക്കുറവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നു. അപ്പോൾ എടുക്കുന്ന എപ്പോഴായിരിക്കും നമ്മൾ പറഞ്ഞ അത്രയും ഡ്യൂറേഷൻ, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂറായിരിക്കും. 12:50 അരമണിക്കൂർ. ആ 12:50 1 മണിയാകുമ്പോൾ 10 മിനിറ്റ് പോയി. പിന്നെ ബാക്കി 20 മിനിറ്റും കഴിഞ്ഞ് കളി തുടങ്ങുകയും ചെയ്യും. അല്ലെങ്കിൽ അപ്പോഴും ഈ ലൈറ്റിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ എപ്പോഴാണ് തുടങ്ങാൻ സാധ്യമാവുന്നത് അപ്പോൾ തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഇഫ് പ്ലേയേഴ്സ് ഹാവ് ഒക്കേഷൻ ടു ലീവ് ദ ഫീൽഡ് ഫോർ എനി റീസൺ വേർ മോർ ദാൻ 10 minutes റിമെയിൻസ് ബിഫോർ ദ എഗ്രീഡ് ടൈം ഫോർ ലഞ്ച്. അതായത് പ്ലേയേഴ്സിന് എന്തെങ്കിലും കാരണവശാൽ ഫീൽഡ് വിട്ടു പോകണു, ലഹളയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു റീസൺ, ഈ പറഞ്ഞ പ്ലേയേഴ്സ് 10 മിനിറ്റ് ഉണ്ട്. അതായത് 1 മണിക്കാണ് ലഞ്ചെങ്കിൽ 12:45 ആയപ്പോഴത്തേക്കും ഇവർക്ക് ബിഫോർ ദ എഗ്രീഡ് ടൈം ആണല്ലോ, 10 മിനിറ്റ് കൂടുതലുണ്ടല്ലോ, 15 മിനിറ്റ് ഉണ്ടല്ലോ ബിഫോർ ദ ലഞ്ച്. അപ്പോൾ അൺലെസ് അമ്പയർസ് ആൻഡ് ക്യാപ്റ്റൻ ടുഗദർ എഗ്രീഡ് ടു ഓൾട്ടർ ഇറ്റ്, ലഞ്ച് ഷാൽ ബി ടേക്കൺ അറ്റ് ദ എഗ്രീഡ് ടൈം. അപ്പോൾ ഇവർ ക്യാപ്റ്റനും അമ്പയർസിൻ്റെ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ടൈം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. അല്ലെങ്കിൽ ആ ഒരു ടൈം 1 മണി എന്ന് പറയുന്ന ടൈമിൽ തന്നെയായിരിക്കും ലഞ്ച് ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ 1 മണിക്ക് ലഞ്ച് എടുക്കാൻ നിൽക്കും, 12:30 ആയപ്പോഴത്തേക്കും ഇവർക്ക് ലീവ് ചെയ്യേണ്ടി വന്നു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റന് ഇവരൊക്കെ സമ്മതിക്കുകയാണ്, ഓക്കെ നമുക്ക് 1 മണിക്ക് ആകുമ്പോൾ കാര്യങ്ങൾ ശരിയായി 1 മണിക്ക് കളി തുടങ്ങാം. അങ്ങനെ സമ്മതിച്ചാൽ മാത്രം അവർക്ക് മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം നടക്കും. ഇല്ലെങ്കിൽ എപ്പോഴാണ് 1 മണിക്ക് തന്നെ തുടങ്ങാൻ പറ്റുള്ളൂ. അല്ല 1 മണിക്കാണ് ലഞ്ച്, എന്നിട്ട് 1:30 ആകുമ്പോഴേ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ അടുത്ത് പറയുന്നത്. ഇനി അടുത്ത ചേഞ്ചിങ് എഗ്രീഡ് ടൈം ഫോർ ടീ ഇൻ്റർവൽ പറയുന്നുണ്ട്. അപ്പോൾ ടീയുടെ കേസ് 30 മിനിറ്റ്. ഇപ്പോൾ ഇഫ് ആൻ ഇന്നിങ്സ് എൻഡ്സ് വെൻ 30 minutes ഓർ ലെസ് റിമെയിൻസ് ബിഫോർ ദ എഗ്രീഡ് ടൈം ഓഫ് ടീ. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ 2:30-ക്കാണ് ടീ എടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വയ്ക്കുക. 2:30-ക്ക് ടീ എടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ 2 മണി 2:05 ആയപ്പോഴത്തേക്കും, അതായത് 30 minutes ഓർ ലെസ് ഉള്ള ടൈമിൽ 30 minutes ഓർ ലെസ് ഇഫ് ആൻ ഇന്നിങ്സ് എൻഡ് വെൻ 30 minutes ഓർ ലെസ്, അതായത് ആ ബാറ്റ് ചെയ്തുന്ന ടീമിൻ്റെ 10ാമത്തെ വിക്കറ്റ് പോയി.
30 മിനിറ്റ്സോ ലെസ് ആ ഒരു ടൈമുള്ളപ്പോൾ, അതായത് 2:30ക്ക് ചായ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു 2:05. 2:05 എന്ന് പറയുമ്പോൾ ഇനി 25 മിനിറ്റേ ഉള്ളൂ ടീക്ക്. അപ്പോൾ ആ ടൈമിൽ എങ്ങാനും വിക്കറ്റ് പോയി അങ്ങനെ ആ ഇന്നിങ്സ് തീർന്നാൽ ടീ ഷാൽ ബി ഇൻ്റർവെൽ ഷാൽ ബി ടേക്കൺ ഇമ്മീഡിയറ്റ്ലി, അപ്പോൾ തന്നെ ഇൻ്റർവെൽ എടുക്കും. ഇറ്റ് ഷാൽ ബി ഓഫ് എഗ്രീഡ് ഡ്യൂറേഷൻ ആൻഡ് ഷാൽ ബി കൺസിഡർഡ് ടു ഇൻക്ലൂഡ് ദ 10 മിനിറ്റ്സ് ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ഇന്നിങ്സ്. അപ്പോൾ ഉടനെ നമ്മൾ ടീ എടുക്കും. അതായത് 30 മിനിറ്റാണ് ടീ എങ്കിൽ ആ 30 മിനിറ്റ് എടുക്കും.